ആലയിൽ വെന്ത ഇരുമ്പ് വീണ്ടും അടിക്കും തോറും മൂർച്ച കൂടുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ദശാബ്ദങ്ങളായി നേരിടുന്ന കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഭീഷണികളും ഇറാൻ എന്ന രാജ്യത്തെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്തത്. പ്രതിസന്ധികളിൽ തളരാത്ത ആ ജനതയുടെ അടങ്ങാത്ത ആത്മാഭിമാനത്തെയാണ് ഇറാന്റെ ഇന്നത്തെ ഓരോ നിലപാടുകളും ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്നത്. ഖമേനിയും അലി ലാരിജാനിയും അസീസ് നസറുദ്ദാഹിയും റെയ്സിയും സുലൈമാനിയും ഉൾപ്പെടെയുള്ള പരമോന്നത നേതാക്കളെ നഷ്ടപ്പെട്ടിട്ടും ഇറാന്റെ പോരാട്ട വീര്യം ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. പകരം വാഷിംഗ്ടണിന്റെയും ടെൽ അവീവിന്റെയും അടിച്ചമർത്തൽ മോഹങ്ങൾക്ക് മേൽ പതിക്കാൻ പോകുന്ന, ഒരിക്കലും തടുക്കാനാകാത്ത ഒരു മഹാപ്രതിസന്ധിയായി ഇറാൻ കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത്. ബാഹ്യശക്തികളുടെ ഭീഷണികളെയും ആക്രമണങ്ങളെയും കൃത്യമായ തന്ത്രങ്ങളിലൂടെയാണ് ഇറാൻ നേരിട്ടത്. ലോകത്തെ വൻകിട സൈനിക ശക്തികളെ പോലും പ്രതിരോധത്തിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിന്റെ ഫലമായി തോൽപ്പിക്കാനാകാത്ത ഒരു പ്രതിരോധ ശക്തിയായി ഇറാൻ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൽ പ്രസ്താവ്യമായ ഒരു ഇടം നേടിക്കഴിഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആ സൈനിക അടിയൊഴുക്കുകളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപായി ഒരു കാര്യം ചോദിക്കട്ടെ. ഇറാന്റെ ഈ രാഷ്ട്രീയ നിലപാടുകളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കമന്റ് ചെയ്യുമല്ലോ. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് കൂടി കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സൂപ്പർ പവറായ അമേരിക്ക വിചാരിച്ചാൽ ലോകത്ത് ഏതൊരു രാജ്യത്തെയും തകർക്കാൻ പറ്റുമോ? പറ്റിയിരുന്നെങ്കിൽ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ എന്നൊരു രാജ്യം ഉണ്ടാകില്ലായിരുന്നുവല്ലേ? പതിറ്റാണ്ടുകളായി അമേരിക്കയും ഇസ്രയേലും ഒന്നിച്ച് ശ്രമിച്ചിട്ടും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇറാന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉണ്ടായ സൈനിക സംഘർഷങ്ങളിലൂടെ ഞങ്ങളോട് കളിക്കാൻ വരണ്ട എന്ന കൃത്യമായി കാണിച്ചു കൊടുക്കാനും ഇറാന് സാധിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ലോക രാജ്യങ്ങളെ കബളിപ്പിച്ച് അവിടെ ഒരു യുദ്ധം വെക്കാൻ നോക്കിയ അമേരിക്കൻ തന്ത്രങ്ങൾ എവിടെയാണ് പാളിയത്? ഇറാന്റെ ഉന്നത നേതാക്കളെ തകർത്താൽ ആ രാജ്യം വീഴുമെന്ന് കരുതിയ പാശ്ചാത്യ ശക്തികൾക്ക് കിട്ടിയത് അപ്രതീക്ഷിത അടിയായിരുന്നു. പുറത്തു നിന്നുള്ള ഭീഷണി കൂടിയായപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഭയന്ന് പിന്മാറുകയല്ല ചെയ്തത്, പകരം ഒറ്റക്കെട്ടായി ആ ഭരണകൂടത്തിനൊപ്പം അണിനിരക്കുകയാണ് ചെയ്തത്. അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ വ്യവസ്ഥാപിതമായ പ്രതിരോധം. ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം ജയിച്ചേക്കാമെന്ന അമേരിക്കൻ തന്ത്രങ്ങൾ അവിടെ തകർന്നടിഞ്ഞു. യുദ്ധക്കളത്തിൽ ഇറാൻ കാട്ടിയ ഈ കരുത്ത് വെറും ആയുധബലം കൊണ്ടുള്ളതല്ല, മറിച്ച് അവരുടെ ജനതയുടെ അചഞ്ചലമായ മനക്കരുത്തിന്റെ പ്രതിഫലനമാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആസൂത്രണം ചെയ്ത ഈ യുദ്ധ നാടകം ഒടുവിൽ അവർക്കു തന്നെ വൻ തിരിച്ചടിയായി മാറി. മാതൃരാജ്യത്തിന്റെ പരമാധികാരം കാക്കാൻ ജീവൻ പോലും തൃണവൽക്കരിച്ച് പോരാടുന്ന ഒരു ജനതയെ ബാഹ്യശക്തികളുടെ ഭീഷണികൾ കൊണ്ട് അടിച്ചമർത്താൻ കഴിയില്ലെന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു വന്നു. യുദ്ധക്കളത്തിൽ വീരമൃത്യു വരിച്ച ആ ധീരന്മാർ സ്വന്തം രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ലോകം മുഴുവൻ ഈ സങ്കീർണമായ സാഹചര്യത്തെ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീതികേടിനെതിരെ ഇറാനെ പിന്തുണച്ചുകൊണ്ട് നിരവധി വിദേശ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത് രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാം. ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാനും തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കായി മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കാനും ആർക്കും ലൈസൻസ് ഇല്ലെന്ന യാഥാർത്ഥ്യം ഇന്ന് ആഗോളതലത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. മറ്റു രാജ്യങ്ങളിൽ അമേരിക്ക സാധാരണ പ്രയോഗിക്കാറുള്ള അധിനിവേശ രീതികളെ പാടെ തകിടം മറിക്കുന്നതായിരുന്നു ഇറാന്റെ ധീരമായ പ്രതിരോധം. അത് പറയാതെ വയ്യ. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഇറാന്റെ തിരിച്ചടി ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. ഇസ്രയേലിനെ ഒപ്പം നിർത്തി അമേരിക്ക നടത്തിയ ഈ യുദ്ധം ഒടുവിൽ അവരുടെ തന്നെ പതനത്തിന് തുടക്കമിടുകയാണ് ചെയ്തത്. ശത്രുക്കളുടെ കണക്കുകൂട്ടലുകൾ ഓരോന്നായി പിഴച്ചപ്പോൾ പുതിയൊരു ആഗോള ശക്തിയായി ഇറാൻ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾക്ക് ഒടുവിൽ അവർ തന്നെ
തിരിച്ചടിയായി മാറി എന്നാണ് യാഥാർത്ഥ്യം. ആഗോളാധിപത്യവും സൈനിക ശക്തിയും ഉപയോഗിച്ച ലോകത്തെ നിയന്ത്രിക്കാമെന്ന മോഹിച്ചവർക്ക് നേരെ ഇറാൻ ഉയർത്തിയ പ്രതിരോധം സമാനമായ വെല്ലുവിളികൾ നേരിടുന്ന മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം അത് ചെറുതൊന്നല്ല. ഈ പോരാട്ടത്തിനൊടുവിൽ വിജയം ഇറാന്റേതാണെന്ന് അടിവരയിട്ട് തന്നെ പറയാം. കാരണം ഇത് വെറും ഒരു യുദ്ധ വിജയമല്ല, മറിച്ച് അമേരിക്കയുടെ സാമ്രാജ്യത്വ അജണ്ടകൾക്ക് മേൽ അവർ നേടിയ രാഷ്ട്രീയവും തന്ത്രപരവുമായ മേധാവിത്വമാണിത്. വരും നാളുകളിൽ രാജ്യാന്തര തലത്തിൽ കൂടുതൽ കരുത്തോടെയായിരിക്കും ഇറാന്റെ ശബ്ദം കേൾക്കുക എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞവർ സ്വന്തം പതനത്തിന് വഴി തുറക്കുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരമാധികാരവും നീതിയും മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രത്തിന് ശത്രുക്കളുടെ എത്ര വലിയ ഉപരോധങ്ങളെയും കുതന്ത്രങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്ന ഈ പോരാട്ടം തെളിയിക്കുന്നു. അമേരിക്ക എന്ന വമ്പൻ ശക്തിയെ നേർക്കുനേർ നിന്ന് തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് ഇറാൻ അറിയാമായിരുന്നു. കാരണം സാങ്കേതിക വിദ്യയിലും ആയുധ ബലത്തിലും അമേരിക്ക അത്രമേൽ മുന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിലെ ആ വലിയ യുദ്ധ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇറാൻ ഒരു പുതിയ വഴിയാണ് തെരഞ്ഞെടുത്തത്. അത് വെറും ഒരു പ്രതിരോധമായിരുന്നില്ല, മറിച്ച് അമേരിക്കയെ പോലും അത്ഭുതപ്പെടുത്തിയ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അത്. വലിയൊരു ശത്രുവിനെ വീഴ്ത്താൻ അവരെക്കാൾ വലിയ ആയുധം വേണമെന്നല്ല, മറിച്ച് ശത്രുവിന്റെ ബലഹീനതകൾ അറിഞ്ഞ് ആക്രമിച്ചാൽ മതിയെന്ന ഇറാൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ തന്ത്രത്തെ നമുക്ക് അസമമായ പോരാട്ടം അല്ലെങ്കിൽ അസിമെട്രിക് വാർഫെയർ എന്ന് വിളിക്കാം. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും നേരിടാൻ ഇറാൻ തെരഞ്ഞെടുത്തത് തങ്ങളുടെ സ്വന്തം നാടിന്റെ ഭൂപ്രകൃതിയെ തന്നെയാണ്. ഒളിച്ചിരുന്നും പെട്ടെന്ന് ആക്രമിച്ചും പിൻവാങ്ങുന്ന ഒളിയുദ്ധ ശൈലി അവർ പുറത്തെടുത്തു. അമേരിക്കൻ സൈന്യത്തോട് വലിയൊരു യുദ്ധക്കളത്തിൽ നേർക്കുനേർ പോരാടാൻ ഇറാൻ നിന്നുകൊടുത്തില്ല. പകരം ആരും പ്രതീക്ഷിക്കാത്ത നേരത്തെ മിന്നൽ വേഗത്തിൽ വന്ന് ആക്രമണം നടത്തി അവർ പിൻവാങ്ങി. ശത്രുവിൽ നിന്ന് പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളും അവർക്ക് ആഹാരവും ആയുധങ്ങളും എത്തിക്കുന്ന വഴികളും മാത്രം കൃത്യമായി കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചത്. ഈ തന്ത്രങ്ങൾ അമേരിക്കൻ സൈന്യത്തിന്റെ നീക്കങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കി കഴിഞ്ഞു. അങ്ങനെ ആയുധക്കരുത്തുണ്ടായിട്ട് ഇറാന്റെ ഈ ബുദ്ധിപൂർവമായ നീക്കങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വന്നു. അമേരിക്കയുടെ അതിനൂതന ആശയവിനിമയ ശൃംഖലകളിലും സൈനിക ഡാറ്റാബേസുകളിലും വിള്ളൽ വീഴ്ത്താൻ ഇറാനിയൻ ഹാക്കർമാർക്ക് സാധിച്ചു. പെന്റഗണിന്റെ സൈനിക നീക്കങ്ങൾ തത്സമയം ചോർത്തുക മാത്രമല്ല, തെറ്റായ വിവരങ്ങൾ നൽകി അവരുടെ യുദ്ധാസൂത്രണങ്ങളെ അട്ടിമറിക്കാനും ഇറാന് കഴിഞ്ഞു. ഈ അപ്രതീക്ഷിത സൈബർ പ്രത്യാഘാതം അമേരിക്കൻ സൈനിക നേതൃത്വത്തെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ ഭരണകൂടം തങ്ങളുടെ ജനങ്ങളെ പൂർണ്ണമായി ഒപ്പം നിർത്തി എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അമേരിക്ക നടത്തുന്ന ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ തകർച്ചയാണെന്നും അത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. ഇതോടെ ശത്രുവിനെതിരെ ഒന്നടങ്കം പോരാടാൻ ഇറാൻ ജനത ഒന്നിച്ചു നിന്നു. ഫലത്തിൽ യുദ്ധമുഖത്ത് മാത്രമല്ല, രാജ്യത്തിനകത്തും ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നത പോലും ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഇറാന്റെ കരുത്ത് തെളിയിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ അത് തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ കാഴ്ചവെച്ച മികച്ച നയതന്ത്ര നീക്കങ്ങളായിരുന്നു. അമേരിക്കയുടെ അധിനിവേശ രാഷ്ട്രീയത്തോടെ വിയോജിപ്പുള്ള ഇതര രാഷ്ട്രങ്ങളെ ഒന്നിപ്പിക്കാൻ ഇറാന് സാധിച്ചു. ഈ അധിനിവേശം കേവലം തങ്ങൾക്കെതിരെയുള്ള ഒന്നല്ല, മറിച്ച് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആഗോള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ അവർ വിജയം കണ്ടു. വാഷിംഗ്ടണും ടെൽ അവീവും ചേർന്ന് നടത്തുന്ന ഈ യുദ്ധം തികഞ്ഞ അനീതിയാണെന്ന തിരിച്ചറിവ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ അന്താരാഷ്ട്ര സമ്മർദ്ദം അമേരിക്കയെയും സഖ്യകക്ഷികളെയും ആഗോള തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതിലേക്കാണ് നയിച്ചത്.
അതിന്റെ ഫലം എന്താണെന്നറിയാമോ? തങ്ങൾ വിചാരിച്ചതുപോലെ ഇറാന്റെ ഭരണകൂടത്തെ പെട്ടെന്നൊരു അട്ടിമറിയിലൂടെ താഴെ ഇറക്കാൻ സാധിക്കില്ലെന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇറാന്റെ പ്രതിരോധ സൈന്യത്തിന് കഴിഞ്ഞു എന്നതാണ്. തങ്ങളുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരികളായ ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടും ഇറാന്റെ ആഭ്യന്തര അടിത്തറയെ തകർക്കാൻ കഴിയാതിരുന്നത് അമേരിക്കൻ സൈനിക നേതൃത്വത്തിന്റെ മുൻകൂട്ടിയുള്ള കണക്കുകൂട്ടലുകളെ പൂർണ്ണമായും തെറ്റിച്ചു. കൃത്യമായ ആസൂത്രണത്തോടെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള ഇറാന്റെ ഈ കരുത്ത് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറി. അമേരിക്കൻ സാമ്രാജ്യത്വ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ട്രംപ് സർക്കാരിന്റെ വിദേശ നയങ്ങളിൽ ഏറ്റവുമേറെ നാണക്കേടുണ്ടാക്കിയ ഒരു കറുത്ത അധ്യായമായി ഈ യുദ്ധം അവശേഷിക്കുമെന്ന് ഉറപ്പാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അമേരിക്കയും ഇസ്രയേലും ഒക്കെ ചേർന്ന് ഇറാനെതിരെ ഒരു നീക്കത്തിന് തുടക്കമിടുമ്പോൾ അവർ കരുതിയത് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. സൈനിക ശക്തിയും സാങ്കേതിക വിദ്യയും വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാമെന്ന ആ കണക്കുകൂട്ടലുകൾ എല്ലാം പാടെ തെറ്റുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഘർഷം വെറും ഒരു യുദ്ധം മാത്രമായിരുന്നില്ല, മറിച്ച് ഇറാൻ എന്ന രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത് എന്താണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഒരു നിർണായക സംഭവമായി ഇത് മാറുകയാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന കടുത്ത ഉപരോധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും നടുവിലും സ്വന്തമായി സൈനിക സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും പ്രതിരോധം തീർക്കാനും ഇറാൻ കാണിച്ച ഇച്ഛാശക്തി അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും ഒരുപോലെ അമ്പരപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ആലയിൽ വെന്ത ഇരുമ്പ് വീണ്ടും അടിക്കും തോറും മൂർച്ച കൂടുമെന്ന. ലോകം വളരെ അത്ഭുതത്തോടെയാണ് ഇറാന്റെ ഈ പ്രതിരോധത്തെ നോക്കിക്കണ്ടത്. അത് തീർച്ചയായും അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു രാഷ്ട്രീയ നേട്ടമായി മാറി. പണക്കൊഴുപ്പും സൈനിക മേധാവിത്വവും കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടലുകൾ പാടെ പിഴച്ചു. ഈ യുദ്ധം അമേരിക്കയെ ലോകവേദിയിൽ ഒറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ എങ്ങനെ പോരാടണമെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ വിജയത്തോടെ ആഗോള തലത്തിലെ അമേരിക്കൻ വിരുദ്ധ ശക്തികൾക്ക് പുതിയ ജീവൻ വെക്കുകയും പല പ്രമുഖ രാജ്യങ്ങളും ഇറാനൊപ്പം പരസ്യമായി നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായും ഇറാന്റെ ഈ സമാനതകളില്ലാത്ത വിജയം അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ല. ആയുധബലം കൊണ്ട് ലോകത്തെ ഭയപ്പെടുത്തി ഭരിക്കാമെന്ന് മോഹിക്കുന്നവർക്ക് മുന്നിൽ ആത്മാഭിമാനമുള്ള ഒരു ജനതയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നാണ് ഇറാൻ തെളിയിച്ചിരിക്കുന്നത്. ഇറാനെ തകർക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചവർ ഇന്ന് ലോകസമക്ഷം തല താഴ്ത്തി നിൽക്കുമ്പോൾ സമാനതകളില്ലാത്ത പ്രതിരോധത്തിന്റെ പുത്തൻ ചരിത്രം രചിച്ചുകൊണ്ട് ഇറാൻ കൂടുതൽ കരുത്തോടെ തലയുയർത്തി നിൽക്കുകയാണ്. ഇറാന്റെ ഈ ഒരു ശക്തമായ നിലപാടിനെയും അതിജീവനത്തെയും നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കമന്റ് ചെയ്യണം. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.